സംസ്ഥാനത്ത് മഴ കുറഞ്ഞെങ്കിലും പനി പടരുന്നതിന് കുറവില്ല. ദിനംപ്രതി നിരവധി പേരാണ് ഡെങ്കിപ്പനിയും എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടുന്നത്. പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ മരണനിരക്കും കൂടുന്നുണ്ട്. തിങ്കളാഴ്ച 4 പേരാണ് പനി ബാധിച്ച് മരിച്ചത്. എലിപ്പനി ബാധിച്ച് ഒരാളും ഡെങ്കിപ്പനി ബാധിച്ച് ഒരാളുമാണ് മരിച്ചത്. 2 മരണം സംശയ പട്ടികയിലാണ്. അതേസമയം 13,248 പേരാണ് പനിക്ക് ഇന്നലെ മാത്രം ചികിത്സ തേടിയത്. ഇതിൽ 10 പേർക്ക് H1N1 സ്ഥിരീകരിച്ചു. 2 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് ഡെങ്കിപ്പനി വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഇതിനനുസരിച്ച് ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, റവന്യൂ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നീ വകുപ്പ് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരുന്നു. തുടർച്ചയായി പെയ്തിരുന്ന മഴ ഇടവിട്ടുള്ള മഴയായി മാറുന്ന സാഹചര്യത്തിൽ ഡെങ്കിപ്പനിക്കെതിരെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി വ്യക്തമാക്കി. വ്യക്തികളും സ്ഥാപനങ്ങളും സംഘടനകളും കൊതുകിന്റെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താലൂക്ക് തലത്തിൽ വിലയിരുത്താൻ നേരത്തെ മന്ത്രിതല യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അത് തുടരേണ്ടതാണ്. എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ കൃത്യമായും പ്രവർത്തിക്കണം. JHIമാരും JPHNമാരും MLSPമാരും ആശാ വർക്കർമാരും ഫീൽഡ് തല പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയും സൂപ്പർവൈസർമാർ മോണിറ്ററിംഗ് കൃത്യമായി ചെയ്യുകയും വേണം. ആശാ വർക്കർമാർക്ക് കരുതൽ ഡ്രഗ് കിറ്റും അനുവദിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പകർച്ചവ്യാധികൾ വ്യാപിക്കാതിരിക്കാൻ കുടിവെള്ളം, ശുചിത്വം, കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ ഇവ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും മന്ത്രിതല യോഗത്തിൽ പറഞ്ഞു.